അവരൊരു പാസ്റ്റ് ലൈഫിലൊരു അന്തർജനമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് സെയിം സാധനം അവർ വേറെ എങ്ങാണ്ടോ. എന്തൊക്കെ റെക്കോർഡ്സ് ആണ് അവിടെ ഉണ്ടാവുക? ദർശനയുടെ കയ്യിൽ ടാരോ കാർഡ്സ് ഉണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ഔട്ട് പോയി ചെയ്തു പോകുന്ന കാര്യങ്ങൾ പോലും നടക്കും. അതിപ്പോൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നില്ല. കർമ്മ റെക്കോർഡ്സ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. പൂർവ്വജന്മ കർമ്മ, അതായത് ഇപ്പോൾ ഒരു റീബർത്ത് എടുത്തിട്ട് വന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് അന്ത്യശ്വാസം എടുക്കുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹ പൂർത്തീകരണത്തിനായി വീണ്ടും ജനിക്കും. ടാരോ, റൈക്കി, ആകാശിക് റെക്കോർഡ്സ്, ഏഞ്ചൽ ഹീലിംഗ്, ചക്ര ഹീലിംഗ്, അവയെല്ലാം ഒരുവിധം എല്ലാം കവർ ചെയ്തു. ഏഞ്ചൽസ് നമ്മളെ കൊണ്ടുപോകും. ഏഞ്ചൽസിനെ ഇൻവോക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. പ്രൊട്ടക്ഷനും ഷീൽഡും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ദർശനയാണ്. ദർശന, നമസ്കാരം. നമസ്തേ. ദർശനയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. അബാക് മീഡിയ സ്ഥിരം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ദർശനെ അറിയാം. എന്തൊക്കെയാണ് ദർശന പുതിയ വിശേഷങ്ങൾ? എനിക്കൊന്ന് ദർശന ഓരോ ദിവസവും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആക്കി കൊണ്ടുപോകുന്ന ഒരാളാണ്. ഒരുപാട് പുതിയ കോഴ്സുകൾ ചെയ്യുന്നു, ഒരുപാട് പേർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആകാശിക് റെക്കോർഡിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാസ്റ്റർ ലെവലിൽ എത്തി എന്നുള്ളതാണ് ആദ്യത്തെ സന്തോഷം. ഏഞ്ചൽ ഹീലിങ്ങും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ടാരോ, റൈക്കി, ആകാശിക് റെക്കോർഡ്സ്, ഏഞ്ചൽ ഹീലിംഗ്, ചക്ര ഹീലിംഗ്, പിന്നെ കൗൺസിലിംഗ് എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാം ഒരുവിധം എല്ലാം കവർ ചെയ്തു. അതായത് നമ്മളെ നിയോഗം എന്ന് പറയുന്ന ഓരോ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം നമ്മളെ എക്സ്പീരിയൻസ് തന്ന് നമ്മളെ ഓരോ കാര്യങ്ങളിലേക്കും എത്തിക്കുകയാണ് യൂണിവേഴ്സ് ചെയ്തുകൊണ്ട്. എന്തിനാണ് ഇത് എല്ലാ മാർഗങ്ങളും പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? അല്ല, അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വഴിയിലാണ് അവർക്ക് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മുമ്പിൽ വരുന്ന ഒരാളെ എല്ലാ രീതിയിലും സന്തോഷപ്പെടുത്തുക. അത് സ്പിരിച്വലായാലും മെൻ്റലായാലും ഇമോഷണലായാലും അവരെ സന്തോഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് എന്നെ കൊണ്ടാവുന്ന എല്ലാ രീതിയും ഞാൻ ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് അതിന് എനിക്ക് പ്രാപ്തിയാവണം. ഞാൻ അതിന് പ്രാപ്തിയാവണം. റൈക്കി ആണെങ്കിലും സെൽഫ് ഹീലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മറ്റുള്ളവർക്ക് ഹീൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഞാൻ ആദ്യം അതിൽ കയറി എന്നെ ക്ലെൻസ് ചെയ്ത് ഓക്കെ അതിന് ശേഷം അടുത്ത ആൾക്ക് അത് ചെയ്ത് കൊടുക്കും. ഈ ഒരുപാട് പേര് ദർശനയുടെ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്, കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഇന്നലെ രാത്രി കൂടെ ഉണ്ടായ വളരെ അനുഭവങ്ങളുണ്ട്. ആകാശിക് റെക്കോർഡിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു നല്ല എക്സ്പീരിയൻസ് പറയാം. കഴിഞ്ഞ ആഴ്ച നടന്നതാണ്. അതായത് ഞങ്ങൾ ഗുരുവായൂർ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളുടെ ഭരതനാട്യ കച്ചേരി നടക്കുക. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ഔട്ട് പോയി ചെയ്തു പോകുന്ന കാര്യങ്ങൾ പോലും നടക്കും. അതിപ്പോൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നില്ല. നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ രോഹിത് പോകുമ്പോൾ അറിയാം, അവിടെ ഇങ്ങനെ വിളിച്ച് പറയണത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ആൾക്കാരെ കാണാനില്ല, ഇന്ന ഭാഗത്ത് ഉണ്ടാവുക എന്ന് പറയും. ഞാനപ്പോൾ ഇങ്ങനെ ചുമ്മാ നടക്കുമ്പോൾ ആലോചിച്ചു, ഇതുവരെ എൻ്റെ കൂടെ വന്ന് ആരെയും കാണാണ്ടായിട്ടില്ലല്ലോ എന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. പക്ഷെ ഞാൻ അപ്പം തന്നെ കാരണം എനിക്കിത് അറിയാം അടുത്ത നിമിഷം സംഭവിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാൻസലൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം എൻ്റെ കൂടെ വന്ന ചേച്ചിയുടെ അമ്മേനെ കാണാതായി. മിനിറ്റ് വെച്ച് ഞങ്ങളവിടെ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ നിർത്തിയിട്ട് ഇപ്പം വരാം അമ്മേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പൂ വാങ്ങിക്കാം, തുളസി മാല വാങ്ങാൻ വേണ്ടി തൊട്ടിപ്പുറത്തുള്ള കടയിൽ നിന്ന്, കുഞ്ഞു ഷോപ്പാണ്, അവിടെ നിന്ന് വാങ്ങി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അമ്മേനെ കാണാനില്ല. ഞങ്ങള് പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ചെവി കുറവാ, പക്ഷെ ഇത് വിളിച്ചു പറഞ്ഞാലൊട്ട് കേൾക്കില്ല. ഈ ഏത് ഭാഗത്ത് എന്നൊന്നും പറഞ്ഞാലും അമ്മയ്ക്ക് അത് തിരിച്ചു വരാനും ഒന്നും അറിയില്ല. ഞങ്ങൾ പക്ഷെ ഫുള്ളായിട്ട് എല്ലാവിടെയും തിരഞ്ഞൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേച്ചി പോയിട്ട് ഇതേപോലെ അവിടെ വിളിച്ചു പറയണം മൈക്ക് പോകാനില്ല. അപ്പം ഇതല്ലേ ഞാൻ ഇന്നലെ വിചാരിച്ചത്, അപ്പോഴേക്കും നടന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്ന് അമ്മയുടെ ആകാശിക് റെക്കോർഡ് ഓപ്പൺ ചെയ്ത് നോക്കി, എവിടെയാണ് ഇപ്പം അമ്മ നിൽക്കുന്നത് എന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ അവിടെ ഉള്ളിൽ ഇതുണ്ടാവും, എന്താ പറയുക, ചുമർ ചിത്രം എഴുതിയിരിക്കുന്ന ചുമരുകളുണ്ട്, ആ ഭാഗത്ത് നിന്ന് അമ്മ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി വന്ന് അമ്മേനെ കൊണ്ടുപോകുന്നത്. അപ്പം എനിക്ക് ഈ ചേച്ചിയുടെ അടുത്ത് പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കാരണം ഫോണൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്ന് ജപിച്ചു. എന്തായാലും ആ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കണേന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്ന് ജപിക്കുകയായിരുന്നു. അത് കഴിയുമ്പോഴേക്കും പുള്ളി
അടുത്ത് കൂടെ വന്ന് ദർശു കിട്ടിയ അമ്മ ഉള്ളിൽ പോയി തൊഴുതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു മോൻ എൻ്റെ കൈ പിടിച്ചിട്ട് വരും അമ്മ ഉള്ളിൽ പോയി തൊഴുതാന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പം എൻ്റെ മക്കളപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇല്ല അവരെപ്പോഴും വരുന്നതല്ലേ, അമ്മ പോയി അമ്മേനെ കൊണ്ട് തൊഴിയിക്കാന്നുള്ളൊരു ഇതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെപ്പോഴും വരുന്നു എന്നുള്ള കാര്യമൊക്കെ അവിടെ ആർക്കായിരിക്കും അറിയുന്നുണ്ടാവുക. അതൊരു ക്വസ്റ്റ്യൻ മാർക്ക്, അത് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്കത് കറക്റ്റായിട്ട് അതിന്റെ ഉള്ളിലുള്ളത് കാണിച്ചും തന്നു. അത് അങ്ങനെ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അത് പറഞ്ഞു കൊടുക്കത് ഗുരുവായൂരപ്പനാ വന്നെന്ന് അമ്മയ്ക്ക് ഒരിക്കലും അറിയില്ല. അപ്പോ അതുകൊണ്ടായിരിക്കും അത് അമ്മയുടെ ആ നിഷ്കളങ്കമായ ആ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെയല്ല, നമ്മള് കാർമികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോരും. അമ്മയെ പറഞ്ഞ ഒരു 75 എബോ വയസ്സൊക്കെ ആയ ആളാണ്. അപ്പൊ അമ്മയ്ക്ക് ഇനി എപ്പോഴും ഗുരുവായൂർക്ക് കാലുകൊണ്ട് നടന്നു പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അമ്മ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ ക്യൂ നിൽക്കും. ഞങ്ങളാണെങ്കിൽ എന്തായാലും ക്യൂ നിന്ന് തൊഴുതിട്ട് തന്നെ വരുവുള്ളൂ. പക്ഷെ പുള്ളിക്കാരിക്ക് ക്യൂ നിൽക്കാനും ആവതില്ല. അപ്പോൾ പെട്ടെന്ന് അവരുടെ ആ ഭക്തി കൊണ്ട് എത്തിച്ച് വന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നലത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ ശിവേലി തൊഴാൻ പോകുമ്പോൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് പറയലാണ് ഞാൻ പതിവ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇന്നെങ്കിലും സന്തോഷത്തോടെ അവിടെ നിൽക്കാനായിട്ട് സാധിക്കണം ഗുരുവായൂരപ്പാന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഇന്നലെയും സെയിം സിറ്റുവേഷൻ. ശിവേലി ആകുമ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിഞ്ഞു. എനിക്കൊന്ന് നന്നായിട്ട് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ അതൊരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്ക് ആ എമൗണ്ട് ആ സമയത്ത് എത്തിക്കാൻ പറ്റി, അതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറയാം എന്താണ് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, എനിക്കിതിനൊരു സൊല്യൂഷൻ കിട്ടിയേ പറ്റുള്ളൂ. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ റൂം എത്തുമ്പോഴേക്കും ഞാൻ എത്ര എമൗണ്ട് ആണോ കൊടുത്ത് ആ എമൗണ്ട് എനിക്ക് ക്രെഡിറ്റ് ആയി. അത് ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആകാശിക് റെക്കോർഡ്സ് എന്താണ്? ആകാശിക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മയുടെ ബ്ലൂ പ്രിൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹനില അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈഫിലെ കാര്യങ്ങൾ പാറ്റേൺ ആണ് അവർ പറയുന്നത് എങ്കിൽ ആകാശിക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 7 years ബിഫോർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് അതിൻ്റെ കർമ്മയുടെ ബ്ലൂ പ്രിൻറ്റുകളായിരിക്കും. അതൊരു ബുക്ക് ആയിട്ട് റെക്കോർഡ്, അത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിധി എഴുതിയിട്ടുള്ള പുസ്തകം ഉണ്ട്. അത് ഹെയർ സോൾസിലുണ്ട്, ഹെയർ സെൽഫിലുണ്ട്. അത് നമുക്ക് കണക്ട് ചെയ്ത് ഡൗൺലോഡ്സ് ആയിട്ട് ചിത്രങ്ങൾ അല്ലെങ്കിൽ വിഷ്വൽ, എനിക്ക് മിക്കവാറും വിഷ്വലൈസേഷൻ ഒക്കെ ആയിട്ട് എനിക്ക് മനസ്സിൽ കാണിക്കും. ആരുടെ വേണമെങ്കിലും. അത് പക്ഷേ ഓപ്പോസിറ്റ് രോഹിത്തിന്റെ പെർമിഷൻ ഉണ്ടെങ്കിലാണ് നമുക്കത് ഓപ്പൺ. ഇതിപ്പോൾ ചില ആൾക്കാർ പറയും ഭാര്യയുടെ നോക്കി തരുമോ, അങ്ങനെ ഭർത്താവിന്റെ, പക്ഷെ അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ത്രൂ ആണ് നമ്മൾ അതിലേക്ക് പോവുക. ഒരു ആസ്ട്രൽ ട്രാവൽ പോലെ നമുക്ക് പോകണം. എത്ര സമയം എടുക്കും? അത് സമയം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ പെർമിഷൻ കിട്ടണം. ഏഞ്ചൽസ് നമ്മളെ കൊണ്ടുപോകും. ഏഞ്ചൽസിനെ ഇൻവോക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. പ്രൊട്ടക്ഷനും ഷീൽഡും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അവിടെ എത്തി ചില സമയത്ത് അവരുടെ ആക്സസ്, അതായത് അവരറിയാൻ, ഇപ്പോൾ രോഹിത് ആഗ്രഹിക്കുന്ന ഉത്തരം രോഹിത്തിന് അറിയാൻ സമയമായെങ്കിൽ രോഹിത്തിൻ്റെ പുസ്തകം എനിക്ക് കിട്ടും, എൻ്റെ കയ്യിലേക്ക് കിട്ടും. എനിക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. പക്ഷേ ആ ഉത്തരം ഇപ്പം തൽക്കാലം അറിയണ്ട എന്നാണെങ്കിൽ അവിടെ ഇരുന്ന് രോഹിത്തിന് ഹീലിംഗ് കൊടുക്കാൻ പറയും. അവിടെ ഇരുന്ന് ഈ ഒരു പ്രശ്നത്തിനുള്ള ഹീലിംഗ് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ റേക്കി മാസ്റ്റർ ലെവൽ കഴിഞ്ഞ ആളായതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്ന് റേക്കി ഹീലിംഗ് ആ ഒരു പ്രശ്നത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏഞ്ചൽ ഹീലിംഗ് കൊടുക്കാൻ പറ്റും. ഇനി അഥവാ ഒന്നും പറ്റിയില്ലെങ്കിൽ ടാരോ എടുത്ത് നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ടാരോ എടുത്ത് നോക്കുക പറഞ്ഞാൽ ടാരോ എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെ വേണം നോക്കാനായിട്ട്. ഞാനത് കണ്ണ് അടച്ചിട്ട് തന്നെ ആയിരിക്കും. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരലോക നിയമങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ആ മാം ആകാശിക് റെക്കോർഡ് എഴുതിയത്, അത് സാധാരണ വേർഡൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിവര പോലെയൊക്കെ ആയിരിക്കും, ഓട്ടോ റൈറ്റിംഗ് ആയിരിക്കും. അത് നമ്മൾ ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന പ്രോസസ്സ് അല്ല അത് ആ ഡീകോഡിങ് ചെയ്ത് കിട്ടാനാണ് നമുക്ക് കുറച്ച് കാലതാമസം എടുക്കുക. അങ്ങനെയാണ് നമ്മളിത്. ഞാനിപ്പോ ദർശനെ സമീപിക്കുകയാണ്. അപ്പൊ എന്റെ എന്തൊക്കെ റെക്കോർഡ്സ് ആണ് അവിടെ ഉണ്ടാവുക? കർമ്മ റെക്കോർഡ്സ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. പൂർവ്വജന്മ കർമ്മ. അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്തിട്ടും റേക്കി ഹീലിംഗ് കൊടുത്തിട്ട് പോലും അവർക്കത് ആവുന്നില്ല, അതായത് ഹീലിംഗ് ആവുന്നില്ല. അപ്പം അത് കർമ്മയാണ്. അത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വേദന, അവർ എല്ലാ
ചെയ്തു. അതായത് അലോപ്പതി അത് വെല്ലുവിളിക്കുകയല്ല കേട്ടോ. ചില സമയങ്ങളിൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല പറയുന്നൊരു ഘട്ടമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ എത്തിയിട്ട് നിൽക്കുകയാണ് അവർ. അപ്പോൾ എന്നെ കൊണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകാശിക് റെക്കോർഡ് അവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർ ഹീലിംഗ് വേണമെന്നാണ് പറഞ്ഞത്. ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞിട്ടും അത് ഹീലിംഗ് ആ കുട്ടിയിലേക്ക് എത്തുന്നില്ല. ബ്ലോക്ക് ഇടുന്ന പോലെ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ നമുക്ക് ഈ ഒരു റെക്കോർഡ് എടുത്ത് നോക്കാം. ഇല്ല, നോക്കിയിട്ടില്ല. ഇത് കഴിഞ്ഞ ദിവസമാണ് അവർ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് വരാം. അതായത് ചില ഏതെങ്കിലും പാസ്റ്റ് ലൈഫിൽ ആ കർമ്മ അത് ഹീലിംഗ് ആക്കുക. അത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ അവസാനത്തെ ബ്രെത്ത് എടുക്കുന്ന സമയം ഒരാഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ലാസ്റ്റ് ബ്രെത്ത് എടുക്കുക. ആ ആഗ്രഹം നിറവേറാണ്ട് നമ്മൾ ലാസ്റ്റ് ബ്രെത്ത് എടുക്കുകയാണെങ്കിൽ അത് ക്യൂരിയോസിറ്റി കൊണ്ട് നമുക്ക് വീണ്ടും റീബർത്ത് വരും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് ആളുടെ പേര് കറക്റ്റായിട്ട് അറിയില്ല. അദ്ദേഹം നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കും എന്ന് പറയാറുണ്ടല്ലോ. അതായത് ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അത് ത്യജിക്കുക എന്ന് പറയും. അപ്പോൾ ഗുരുവായൂരപ്പനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ കാഞ്ഞിരത്തിൻ്റെ ഇല ഇനി കഴിക്കില്ല, ഇതാണ് ത്യജിച്ചത്. കാരണം കാഞ്ഞിരത്തിൻ്റെ ഇല കയ്പാണ്, അതുകൊണ്ട് ത്യജിച്ചതാണെന്ന്. പക്ഷേ ഈ പുള്ളി തൃച്ചംബരം അമ്പലത്തിൽ ചെന്ന്, കണ്ണൂർ തൃച്ചംബരം ക്ഷേത്രം, അവിടുത്തെ കാഞ്ഞിരത്തിൻ്റെ ഇലയ്ക്ക് മധുരമാണുള്ളത് എന്നാണ് വിശ്വാസം. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്ക് അത് കഴിക്കാനും പറ്റില്ല. പക്ഷെ ഇത് അറിയും വേണം, ഈ കാഞ്ഞിരത്തിൻ്റെ എക്സ്പീരിയൻസ് അറിയും വേണം. അത് കഴിഞ്ഞ് ആ പുള്ളി വീണ്ടും റീബർത്ത് എടുത്തിട്ട് വന്നു എന്നുള്ളതാണ് പറയാം. അത് ഇപ്പോഴത്തെ റീസെന്റ് നടന്ന കാര്യമില്ല, പുരാണ ബേസായിട്ട് വന്ന കാര്യം. അല്ല, അപ്പൊ ഈ ലാസ്റ്റ് അന്ത്യശ്വാസം എടുക്കുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹ പൂർത്തീകരണത്തിനായി വീണ്ടും ജനിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. എത്ര ജന്മം ജനിക്കേണ്ടി വരും. അതല്ലേ റിപ്പീറ്റ് ജന്മം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഈ ആഗ്രഹങ്ങൾ. ഈ ആകാശ റെക്കോർഡിൽ നമ്മുടെ പഴയ എത്ര ജന്മങ്ങൾ വരെ ഉണ്ടാവും? ഒരു 7 വരെയും ഉണ്ടാവുന്നതാണ്. അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് അതിന്റെ മുമ്പ് ഉണ്ടാവുന്ന എനിക്കറിയില്ല. 7 ജന്മം വരെ. ടാരോ വെച്ചിട്ട് എത്ര ജന്മം വരെ എടുക്കാൻ പറ്റും? ടാരോ വെച്ചിട്ട് ഞാനൊരു 3 to 4 വരെയൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല രീതിയിൽ നമുക്കത് അത് നമുക്ക് ആ താളുകൾ ഇങ്ങനെ മറിഞ്ഞ് നമുക്ക് 5, 6, 7 ജന്മം വരെയുള്ള കർമ്മദോഷങ്ങളെ കാണും. അതിന് മുമ്പുള്ളത് ആ ജന്മങ്ങളെ വീണ്ടും അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. അതാണ് 4 ജന്മം വരെയുള്ളത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചില സാധനങ്ങൾ അങ്ങനെ ഡീപ്പ് വൂണ്ടായിട്ട് കിടക്കുന്നത്. അല്ല, അന്നത്തെ ആളുകൾക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇന്നത്തെ ആളുകളാണ് ഇനി 2050 ആകുമ്പോഴത്തേക്ക് റീബർത്ത് എടുത്ത് വരുന്നവരൊക്കെ ഒരുപാട് അതിലാണ് ഇപ്പോ എല്ലാ ഗുരുക്കന്മാരും ആ ഒരു ജപം, സാധന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇരുന്ന് ജപിച്ച ആ കർമ്മദോഷം തീർക്കുക. കുറെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ജപവും സാധനം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് കുമ്പസരിക്കാൻ പോകുമ്പോൾ അച്ഛൻ പറയും, മോൻ വന്ന് കുമ്പസരിക്കണം. അച്ഛൻ കുറച്ച് പാവങ്ങൾ കൂടെ ഉണ്ട്, ചെയ്ത് കഴിഞ്ഞതിന് വന്നതിന് ശേഷം ബാക്കി കുമ്പസരിക്കുക എന്ന് പറയുന്ന പോലെ കുറച്ച് കൂടെ ഞാൻ ജപിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ദോഷം ചെയ്തിട്ട് അതിലൊരിക്കലും കാര്യമില്ല. ഇത് സ്റ്റിൽ, അതായത് ഈ അവസാനത്തെ ബ്രെത്ത് എടുക്കുന്ന സമയത്തും ഭഗവാനെ ആലോചിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ സമയത്ത് പറ്റണത്. അജാമിളന്റെ കഥ അറിയുമായിരിക്കും. അവസാന നിമിഷം, അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഫുള്ളായിട്ട് ആള് നെഗറ്റീവായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ മോനെ വിളിക്കുകയാണ്. മോന്റെ പേര് നാരായണൻ എന്നായിരുന്നു. അപ്പൊ നാരായണ എന്നൊരു വിളിച്ചേ ഉള്ളൂ. ആ സമയത്ത് വൈകുണ്ഠത്തുനിന്ന് ഭഗവാൻ വന്ന്, അത് ഇതിൽ അജാമിള ഉപയോഗിക്കാനെന്ന് പറഞ്ഞ് നാരായണീയത്തിലും ഭാഗവതത്തിലൊക്കെ ഉള്ള കാര്യമാണ്. ദർശനയുടെ കുഞ്ഞിന്റെ പേരെന്താ? എന്റെ കുഞ്ഞിന്റെ പേര് അശ്വിൻ കൃഷ്ണ. അല്ല, ആക്ച്വലി എന്റെ കുഞ്ഞ് അവന് ആറന്മുള വള്ളംകളിയുടെ അന്നാ ജനിച്ചത്. ആ സമയത്ത് ആക്ച്വലി ജന്മാഷ്ടമിക്കായിരുന്നു എനിക്ക് പ്രസവത്തിന്റെ ഡേറ്റ് കിട്ടിയത്. പക്ഷെ എന്റെ അനിയന് ഒരു എന്തെങ്കിലും വരണ അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. അത് അമ്മാവന് ദോഷം വരുന്നാണ് പറയണ കേട്ടുള്ളത്. അപ്പൊ എന്റെ അനിയനെ പറഞ്ഞ അമ്മ കുറെ ആഗ്രഹിച്ചുണ്ടായ ഒരു ബേബിയാണ്. എനിക്ക് 11ാമത്തെ വയസ്സിലാണ് അവൻ ജനിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് പറയും, എനിക്ക് ഭഗവാന്റെ അംശം ആയിട്ട് വരും വേണം, പക്ഷെ ജന്മാഷ്ടമിക്ക് പറ്റൂല. അപ്പൊ അന്ന് ആറന്മുള വള്ളംകളി ദിവസമാണ് അവനെ പ്രസവിക്കുന്നത്. അപ്പൊ ഞാൻ പാർത്ഥസാരഥി എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന പേര്. പക്ഷെ പുറത്ത് വരുമ്പോഴേക്കും അവര് ഇട്ട് കഴിഞ്ഞു, അവർ എഴുതി കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ മാറ്റിയില്ല. അപ്പൊ ലാസ്റ്റ് ഒരു കൃഷ്ണ എന്ന് കൂടെ ചേർത്തി ഭഗവാന്റെ പേര്. അപ്പം ഈ അന്ത്യസമയത്ത് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള ഏറ്റവും എളുപ്പം വഴി മക്കൾക്ക് ഭഗവാന്റെ പേരിടുക എന്നുള്ളതാണ്. അപ്പൊ ഈ ദർശനം ഇപ്പൊ ഇത് ചെയ്തതിനു ശേഷം ആകാശിക് റെക്കോർഡ്സ് ഓപ്പണായി കിട്ടാത്ത ഒരുപാട് പേരുണ്ടോ? ഉണ്ട് കുറെ പേര് ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവര് ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയണ്ട, പക്ഷെ എന്നാലും അവര് പോവില്ല. ഞാൻ പറയും പേയ്മെന്റ് തിരിച്ചു തന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയാം, അല്ല മാം. എന്ത് വിഷ്വൽസാ കാണുന്നത്?
പല പല കാര്യങ്ങൾ കാണാറുണ്ട്. എനിക്ക് ഒരു ഉദാഹരണം, ഒരു സെലിബ്രിറ്റി, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഒരു ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരി നമ്മൾ ബാക്കിലെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. കുറേ പേരടുത്ത് ഹീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും അയ്യോ അവർക്കൊക്കെ എന്താ പ്രശ്നം, കാരണം അവർ ലൈം ലൈറ്റിൽ നന്നായി നിൽക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കുന്ന സമയത്ത് 3-4 ദിവസമാണ് എനിക്ക് കണക്റ്റായിട്ട് വന്നത്. അവരൊരു പാസ്റ്റ് ലൈഫിലൊരു അന്തർജനമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതേ സെയിം സാധനം അവർ വേറെ എങ്ങാണ്ടോ നാഡി ജ്യോതിഷത്തിൽ പോയി നോക്കിയപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരും ഇതേ സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, നേരത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞത് സത്യമാണ്. നേരത്തെ നാഡി ജ്യോതിഷത്തിൽ എടുത്തപ്പോഴും അവരും ഇതേപോലെ 3-4 ജന്മത്തിൽ പറഞ്ഞു. എനിക്ക് അവർ 3 ജന്മത്തിലാണ് കണ്ടത്. സെയിം സംഭവം പോലെ വേറൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, പാലക്കാട്ടുകാരി തന്നെയാണ്. അപ്പോൾ അവരാകെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും മാത്രമേ തരുള്ളൂ നമുക്ക്. അത് മാത്രം മതി. ടാരോ പോലെ നക്ഷത്രമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആകർഷിക് റെക്കോർഡിന് അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം മതി, അവരുടെ സമ്മതവും. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴും സെയിം ആയിട്ടുള്ള കാര്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അന്തർജനം ആണ്. അതായത് അവരുടെ വിഷ്വൽ കണ്ടത് ഈ നമ്മുടെ സിനിമയില്ലേ പരിണയത്തിൽ മോഹിനി നടക്കുന്ന പോലെ ആ ഒരു മറക്കുട പിടിച്ച് അവർ അവരുടെ മുഖം കാണുന്നില്ല, നടന്നു പോകുന്നൊരു വിഷ്വലാണ് കണ്ടത്. അപ്പോൾ 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ തിരുമാന്താംകുന്ന് ഭഗവതിയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് വോയിസ് ഇട്ട് കൊടുത്തു, എനിക്ക് ഇങ്ങനെയാണ് കാണുന്നത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ മച്ചില ഭഗവതി തിരുമാന്താംകുന്നിലെ അമ്മയാണ്. ഞാനിപ്പോൾ സ്റ്റിൽ അവരെപ്പോഴും ബ്രാഹ്മണ സ്ത്രീയാണ്, നമ്പൂതിരി സ്ത്രീയാണ്. അവർ സെലിബ്രിറ്റി അല്ലല്ലോ? അല്ല അവർ സെലിബ്രിറ്റി അല്ല. സെലിബ്രിറ്റി എന്ന് പറഞ്ഞ ആളുടെ പേര് ഒരു ദേവിയുടെ പേരാണോ? അല്ല അല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് കാണുക. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അവർക്ക് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഭഗവതീനെ, അതായത് ഞാൻ അറിയാതെ നമ്മുടെ ചാനൽ കാണുന്ന സെലിബ്രിറ്റി ആരാന്ന് കഴിയുമ്പോൾ എനിക്ക് പറഞ്ഞു തരണം. അത് പറഞ്ഞുതരാം. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ചേച്ചി, അതായത് 2ാം പ്രാവശ്യം പറഞ്ഞ ചേച്ചി, അവരൊരു കോമരമായിരുന്നു പാസ്റ്റ് ലൈഫിൽ. അല്ല, തിരുമാന്താംകുന്നിലാണ്. അപ്പോൾ അത് നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിനെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ചെയ്യാതെയാണ് അവര് ലാസ്റ്റ് ബ്രത്ത് എടുത്തത്. അപ്പൊ അതുകൊണ്ട് ആ ദേവിക്ക് ഒരു അലയിൽ വന്നിട്ടുണ്ട്. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് അവര് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന ഗുരുവായൂർ മേൽശാന്തി ആവാൻ പ്രാപ്തിയുള്ള ഒരു കുടുംബം. അത് ശുഗപുരം പെരുവനം കുടുംബക്കാർക്ക് മാത്രമേ ശാന്തി വെക്കാൻ പറ്റുള്ളൂ ഗുരുവായൂർ അമ്പലത്തിൽ. അവിടേക്കാണ് അവരെ വേളി കഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ, ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പോവാം, തിരുമാന്താംകുന്നേക്ക് പോവാമെന്ന് പറഞ്ഞ് അതിനുശേഷം എനിക്ക് മറ്റ് കാര്യങ്ങളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഭഗവതി പറയുന്നത് ആദ്യം അവിടെ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യുമോ, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റ് വീക്കാണ് അവർ പോയി അവിടെ പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് റിവീലിംഗ് ഒന്നുമില്ല, ജസ്റ്റ് അറിയണം. ഇത് നമ്മൾ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ നമ്മുടെ പാസ്റ്റിൽ. ഒന്നും അവർ പറയും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഞങ്ങൾ എന്താണോ ഈ നിമിഷം അറിയേണ്ടത് അത് എനിക്ക് അറിയണം എന്ന് പറഞ്ഞാൽ ആകാശിക് റെക്കോർഡ്. ചിലവർ പറയും എൻ്റെ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും കർമ്മ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കൂടെ മുന്നോട്ട് കരിയർ ഗ്രോത്തോ അല്ലെങ്കിൽ അതെന്തെങ്കിലും മുന്നോട്ട് പോകാനാണ്. ചില ആൾക്കാർ പറയും സ്പിരിച്വൽ ഗ്രോത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് അപ്പോൾ കർമ്മ ക്ലെൻസ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് ഒരുപാട് പേര് അബാക്കിൻ്റെ പ്രേക്ഷകർ തന്നെ ഇപ്പോൾ ഒരുപാട് സ്പിരിച്വാലിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾക്കത് പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മ വെച്ചിട്ട് പോകണ്ട, തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർത്ത് പോവാം എന്നുള്ള കോൺസെപ്റ്റ് വെച്ച് തീർക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഈ ആകാശിക് റെക്കോർഡ്സ് നോക്കാൻ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ദർശനയുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വിളിച്ചാൽ കിട്ടും. ദർശനയുടെ കയ്യിൽ ടാരോ കാർഡ്സ് ഉണ്ട്.